അന്തരിച്ച NCP നേതാവ് ഉഴവൂർ വിജയനെ പലർക്കും ഓർമ്മയുണ്ടാകും. പരിഹാസ ശരങ്ങൾ നിറച്ച, തമാശ കുത്തി നിറച്ച പ്രസംഗങ്ങളാണ് ഉഴവൂർ വിജയന്റെ ഐഡന്റിറ്റി അഥവാ സവിശേഷത. പൊതുയോഗങ്ങളിലെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ അദ്ദേഹം തൊടുക്കുന്ന പരിഹാസ ശരങ്ങൾ അല്ലെങ്കിൽ തമാശകൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോൾ, ആ കാലത്ത് സജീവ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞ ഒരു പ്രസംഗം ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയായ കേരള കോൺഗ്രസ് എം അഥവാ KM മാണിയുടെ പാർട്ടിക്കെതിരെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. അതിങ്ങനെയാണ്. അതായത് പാലായിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്കോ കടുത്തുരുത്തിയിലേക്കോ ചങ്ങനാശ്ശേരിയിലേക്കോ പോകുന്ന ഒരു ബസ് മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ 50 ജനറൽ സെക്രട്ടറിമാർക്കെങ്കിലും പരിക്ക് പറ്റും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പരിഹാസ പ്രസംഗം. അതൊരു തമാശയാണ്, അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞതാണ്. പാർട്ടിയിൽ അദ്ദേഹത്തെ പോയി കാണുന്ന KM മാണിയെ പോയി കാണുന്ന ആളുകൾക്കെല്ലാം ഓരോ പദവി കൊടുത്തുവിടും. ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, പദവികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ജനറൽ സെക്രട്ടറിമാരുടെ അല്ലെങ്കിൽ സെക്രട്ടറിമാരുടെയൊക്കെ ബാഹുല്യമുള്ള ഒരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് എം. അപ്പോൾ ആ കഥ മാറി, കാലം മാറി, ഒരുപാട് കാലം മുൻപത്തെ രാഷ്ട്രീയ വിമർശനമാണ്, അതെന്ന് ഓർക്കണം. ഈ കഥ ഇപ്പോൾ ഞാൻ പരാമർശിക്കാൻ കാരണം KPCCയുടെ പുതിയ ഭാരവാഹി പട്ടികയാണ്. 13 വൈസ് പ്രസിഡന്റുമാർ, 59 ജനറൽ സെക്രട്ടറിമാർ, അത് രണ്ടും കൂട്ടിയാൽ 72ആയി. കേവല ഭൂരിപക്ഷമായി എന്ന് പരിഹസിക്കുന്നവരുണ്ട്. ഇനി സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വരാനിരിക്കുന്നു. നിർവാഹക സമിതി അംഗങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ച പട്ടികയിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ 6 അംഗങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പട്ടിക എത്ര വലുതാകും? അതായത് KPCCയുടെ സമ്പൂർണ്ണ ഭാരവാഹി യോഗം വിളിക്കണമെങ്കിൽ പുത്തിരിക്കണ്ടം മൈതാനം വാടകയ്ക്ക് എടുക്കേണ്ടി വരും എന്ന് പരിഹസിക്കുന്നവരുമുണ്ട്.